നമ്മളെ വിശ്വാസം ഉറപ്പിക്കുകയാണ്. റോമൻ 4 ആ 9 തൊട്ട് 11 വനത്തില് വിശ്വാസം എന്നൊരു മുദ്രയുടെ അകത്താക്കുന്നതാണ് നിങ്ങള്. മുദ്രയാണ് 2 തിമോത്തി 2:19 അടിസ്ഥാനമിട്ട മുദ്രയാണത്. വിശ്വാസം. യോഹന്നാൻ സുവിശേഷം 3:34-35 വാക്യത്തിലെല്ലാം 3-ാം അധ്യായത്തില് ആത്മാവിന് ദൈവം അളന്നാണ് തരുന്നത്. അല്ല, അത് ഇതുപോലെ നമ്മൾ തിരിഞ്ഞാൽ മതി. ഈശ്വരട്ട് തിരിഞ്ഞു കഴിഞ്ഞാല് അറിയപ്പെടാത്ത ജനമെല്ലാം ഓടി വരുന്നു എടുക്കല്. അല്ലേ? അറിയപ്പെടാത്ത ജനമെല്ലാം വരും രക്ഷ പ്രാപിക്കാൻ. ഇതുപോലെ അനേകം ആത്മീയരും ആത്മാക്കളും വരും, അനേക അശുദ്ധാത്മാക്കൾ വരും രക്ഷ പ്രാപിക്കാൻ. ഈശ്വരട്ട് കൃപയുണ്ടെങ്കിലേ ഉള്ളൂ. കൃപയിലും വരും ബുദ്ധിമുട്ടുകളെല്ലാം ഒന്ന് കുറയുന്ന സ്വാതന്ത്ര്യപ്പനയല്ല. ദൈവത്തിന്റെ ഏകാത്മാവായി വരുമ്പോ, ദൈവാത്മാവുമായി ഐക്യപ്പെടുമ്പോ ഈ ഐക്യം എന്താണ്? വിശുദ്ധിയാണ്. അനേകർക്ക് ഈ രഹസ്യറിഞ്ഞോടെ വിശുദ്ധിയിലാണ് എല്ലാം പ്രവർത്തിക്കുന്നത്. എല്ലാവരും വേറെ വചനം നമ്മുടെ രഹസ്യങ്ങളെ പറഞ്ഞാല് വരുന്ന നാം വിശുദ്ധി പാലിക്കുമ്പോഴാണ്. ഇതിനാണ് ദാനിയേൽ 12:12 എന്റെ കണ്ടുപിടുത്തമല്ല, എന്റെ കണ്ടുപിടുത്തമല്ല, വചനമാണ്. വിശുദ്ധി ഇരിക്കൊന്ന് പാലിച്ചോണ്ട് 1900 ഷാജി ഇത് കഴിഞ്ഞപ്പോ ഒരു സെപ്റ്റംബർ 21 94 ഇവിടാണെങ്കിൽ ഒരു മാതാവിന്റെ സ്റ്റാച്യു മേടിച്ച് എനിക്ക് കൊണ്ടുവന്നാണ്. അപ്പൊ ഞാൻ ചോദിച്ചത് എന്തിനാന്ന് വെച്ചു. അപ്പോഴാണ് അറിയണത് 1335 ദിവസം വളരെ നായി വിശുദ്ധി പാലിച്ച്. അതാണ് അജയമായ വാട്. ഇവിടെ വന്ന സാജി പിന്നത്തെ ജ്ഞാനം 5:19 അജയമായ വാട്. അതെടുത്താൽ ഞങ്ങൾക്ക് വെട്ടുന്നത് ഉണ്ടോ? അല്ല വെറുതെ 2 സ്വത്വം മേടിച്ച് കുറെ കാശും മേടിച്ച് ദർശനം പറഞ്ഞ് അമ്മയില്ല പറയുന്നത്. ഈശോ തെരഞ്ഞെടുക്കുന്നതാണ്, ഞങ്ങൾ പിടിച്ചെടുക്കുകയാണ്. യോഹന്നാൻ 15:16 നമ്മൾ ഓടിപ്പോയതല്ല, ഈശോ തെരഞ്ഞെടുക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കരുത്, ഇടക്കാർക്ക് ചോദിക്കരുത്, നിങ്ങൾ ഏറ്റവും വലിയ പാവം അറിയപ്പെക്കാമോ? അപ്പൊ കൂടുതൽ ക്രമമായിട്ട് 5:20 പാപം ചെയ്തതിന് പാപത്തിന്റെ മുകളിലാണ്. അതിന്റെ മുകളിലാണ്. നിങ്ങൾ നോഹയുടെ പെട്ടകമാണ്. നോഹയുടെ പെട്ടകം ആരെ നടത്തി? ദൈവമാണ്. 37:16 വാക്യത്തില് ദൈവം അടച്ചാൽ പിന്നെ തുറക്കുന്ന ദൈവം തന്നെയാണ്. എന്താ? യശയ്യ 22:22 അടച്ചാല് തുറക്കുകയോ തുറന്ന് അടക്കുകയോ ഇല്ല. ഒരുപാട് 3:7. അതുകൊണ്ടാണ് പറയുന്നത് ജോബ് 12:14 ദൈവം നശിപ്പിച്ച ആർക്കും ഇതെല്ലാം കൃപയാണ്. ഈ കൃപയിൽ വെച്ചാണ് നമ്മൾ ദർശനം നടത്തുന്നത്. അറിയാമോ? മത്തായി 18:20 വചനത്തില് 2-3 പേർ എന്റെ നാമത്തിൽ യോജിച്ച് ഏത് കാര്യവും കുറെ പാടുകൾ കൂടി ചോദിച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനും കേരള കോൺഗ്രസ് കാരണം എല്ലാ MLA-നും വിളിച്ച് ഇങ്ങനെ പ്രവർത്തിച്ചാൽ നല്ല നടക്കുമോ? അതി നടക്കുക തമ്മിലടിച്ച്. മറ്റൊന്ന് ഏക മനസ്സാണെങ്കിൽ ഒന്ന് കൊഴുത്ത് സ്വന്തം പത്രം, ഏക മനസ്സ്, ഏകാഭിപ്രായം, ഏക സ്വരച്ചർച്ച. അന്നൊക്കെ പറയുന്നത് വിശ്വാസം പമ്പ കിടക്കുമല്ലേ? ചിലപ്പോ സംശയം ഉണ്ടാകും. ദൈവം അത് തീർത്തുകൊടുക്കും. അതിനുള്ള അവസരം ദൈവം ഉണ്ടാക്കി കൊടുത്തെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കും. ഈശ്വരൻ എല്ലാവരും കൊണ്ടുവരുന്നത് നല്ല തട്ടിത്തിട്ടണം. ചിലർക്കിട്ട് നല്ല ടിക്കറ്റ് ഈശ്വരന് വരുള്ളൂ കേട്ടോ. അപ്പൊ 1 പത്രോസ് 4 12-19 വചനത്തില് നമ്മൾ വായിക്കാമോ? എന്തെങ്കിലും സംഭവിച്ച അയ്യോ പത്രമോ എന്ന് പറഞ്ഞ വെച്ചോണ്ടാകും ഇല്ലേ? എന്ത് വന്നാലും കേട്ടാൽ എന്താ പറയുക? പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത്. പരിഭ്രമിക്കോ ഇനി? നേരത്തെ കഴിയുന്നത് അല്ലെങ്കിൽ ഇല്ലേ? ഒരു ഫോൺ വന്നാൽ മതി ഇല്ലേ? ഞെട്ടു കക്ഷിക്കാരൊക്കെ ചെയ്യുന്നു ഞെട്ടണം. പല തൊട്ട് വെറുതെ കാണിക്കാതൊക്കെ കേട്ടോ. കപടനാണ്, കടമനാണ് കേട്ടോ. നേരിൽ കാണിക്കുന്ന എല്ലാം സത്യമാണെന്നാണല്ലോ. അതെല്ലാം ഒരു കപടതയാണ് കേട്ടോ. ജ്ഞാനം 1-4-11 വനത്തില് കപട ഹൃദയത്തിൽ ഒരിക്കലും
ജ്ഞാനം പ്രതീക്ഷിക്കലില്ല. അതുകൊണ്ടാണ് വെട്ടിച്ചെത്തി ഉഴുതാലും കേറുമോ? കേറിയില്ല. കപടത മാറുമ്പോഴാണോ? അതുകൊണ്ടാണ് ചന്ദ്ര പറഞ്ഞ 10 ധ്യാനം കൂടിയിട്ടും ഒന്നുമില്ല. കണ്ടോ? കരുതാണ് ഈ കപടകൃത്യം വെച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പൊ കപടകൃത്യം മാറണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, ഈശോയെ എന്റെ കപടകൃത്യം മാറ്റിത്തരണമെന്ന്. എല്ലാത്തിനും കൃപയുണ്ട്. വചനം കേൾക്കാൻ കൃപയുണ്ട്, വചനം ഉൾക്കൊള്ളാനുള്ള കൃപയുണ്ട്. കൊലോസ്യർ 1:9 അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. വചനം കൂടുതൽ ആഴമായിട്ട് പോകാൻ, ഡീപ്പായിട്ട് പോകാൻ. എക്സാമ്പിൾ പറയാൻ നമുക്ക് പ്രഭാഷകൻ 50 ആ വചനം 27-29 നമുക്ക് ഒന്ന് വായിക്കാം. പ്രഭാഷകനായ യേശു എന്താണ് എഴുതിയിരിക്കുന്ന സിറക്കിന്റെ മകൻ. വിജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ഉപദേശങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ജെറുസലേമിലെ എലയാസാറിന്റെ മകൻ സിറാക്കിന്റെ പുത്രൻ യേശുവായ ഞാൻ ഹൃദയാകാശത്തിൽ നിന്ന് പുറപ്പെടുവിച്ച ജ്ഞാനമാണ് ഇത്. ഇക്കാര്യങ്ങളെ പറ്റി ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ. അവയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ജ്ഞാനിയാകും. ആരെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണം? ഈശോയെ. ഈശോയുടെ ജ്ഞാനമാണ്. ഈശോ എല്ലാം അടങ്ങിയിരിക്കുന്നു. കൊലോസ്യർ 2:3-4 9-ാം വാക്യത്തില് ജ്ഞാനവും സകലതും ഈശോയിലാണ്. അപ്പൊ ഈശോ ഹൃദയത്തിൽ വരുമ്പോൾ എന്ത് വരണം? ജ്ഞാനം വരും. വചന ഹൃദയത്തിൽ ശരിക്കും വരും. പാപം ചെയ്യാൻ സാധ്യമല്ല. സങ്കീർത്തനം 119 കാണാനല്ലോ. ഈ വചനം വരുമ്പോ നിങ്ങളാരായി? കുറച്ച് ദൈവങ്ങളായി. എന്തുകൊണ്ടാണ് അന്ധകാര ശക്തികളെല്ലാം ഓടി വന്ന് നിങ്ങളെ കാലം വീഴുന്നത്? നിങ്ങൾ വചനം ഉണ്ടെങ്കിലോ വചനം ഇല്ലെങ്കിലോ വരുമോ? അടി കിട്ടും. അതുകൊണ്ടാണ് പിശാചില്ലെന്ന് വിളിച്ചു പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. കണ്ടോ? അല്ലെങ്കിൽ ചെന്ന് നോക്ക്, അവരടിക്കുന്നുണ്ട്. ഒരിക്കൽ ഞാൻ മംഗലാപുരത്ത് കഴിഞ്ഞപ്പോ അവരൊരു ദിവസം പറഞ്ഞ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. മനുഷ്യൻ പറഞ്ഞു ഈ ഖുർആൻ എഴുതി ചേർച്ച സമയത്ത് ഒരു പെട്ടെന്ന പ്രാർത്ഥന നടത്തണമെന്ന് പറഞ്ഞു. അത് ഞാൻ ഉപയോഗിച്ച കർത്താവ് ഇത് ഈശോ അതുവരെ അവർ വിളിക്കല്ല. എന്തുകൊണ്ടാണ്? 2 തിമോത്തി 4 3-4 വാക്യത്തില് അവരവർക്ക് യോജിച്ചവരെ വിളിച്ചു കൊടുക്കുള്ളൂ. കുട്ടിക്കുന്ന ആളുണ്ടെങ്കിൽ അവരെ കുറിക്കാൻ വിളിച്ചു, പണക്കാരനുണ്ടെങ്കിൽ പണക്കാരനെ വിളിച്ചു കൊടുക്കണം. മനസ്സിലായി? എല്ലാം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെങ്കിലും വലിയ കാര്യമാണ്. 2 Corinthians 10:17 മായം ചേർക്കാത്ത മരുന്നുകളായിരിക്കണം നിങ്ങളും കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഈശ്വരനെ കൊടുക്കാൻ സാധ്യമല്ല. ഈശ്വരല്ല, നിങ്ങളെ എനിക്ക് കൊടുക്കണം. സെൽഫ് ഗ്ലോറി 1 തിമോത്തി 1:6-7 എന്താ പറയണമെന്നാണ് അറിഞ്ഞോളാം. കേട്ടോ? അനേക തന്ത്രങ്ങളുണ്ട് സാത്താൻ. ഇതൊക്കെ അറിയണം. നേരത്തെ പറഞ്ഞത് പിശാച് സർപ്പം ആണ്ടെടുക്കാൻ ആദ്യം വന്നത് അവരൊക്കെ അവരെ കൊണ്ട് പറ്റിച്ച് തിന്നോ എന്നിട്ട് വല്ല പറഞ്ഞോ തിന്നാൻ പറഞ്ഞ് തിന്നോ. അതേപറ്റി എപ്പോഴാകും കേട്ടോ? വിശ്വസിച്ച് ഒരെണ്ണം കുറച്ച് ആൾക്ക് കൊടുത്തു, അവന് ഭർത്താവിനും കൊടുത്തു, ഭർത്താവും തിന്നോ. അപ്പൊ എന്ത് വന്നു? ദൈവത്തിന്റെ കൽപ്പന പാപം ചെയ്തു. അതാണ് ആ 1 യോഹന്നാൻ 3:4-5 വാക്യത്തില് നിയമലംഘനമാണ് പാപം. അവിടെ മംഗലപുരത്ത് വെച്ച് ബന്ധനപ്രവർത്തനം നടക്കാൻ തുടങ്ങി. ബന്ധനപ്രവർത്തനം ആത്മാവിന്റെ ശക്തി രാജാക്ക് ഓരോ ശക്തി ഇരിക്കാൻ പറ്റില്ല. കാരണം ഞാനവിടെ തുടങ്ങിയത് നിർത്തിയില്ല. കർത്താവ് പറഞ്ഞു തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ഭയങ്കരമായിട്ട് ബന്ധിച്ചോട് പ്രാർത്ഥിച്ചിട്ട് കണ്ണടച്ചെന്നാണ് പ്രാർത്ഥിച്ചത്. കർത്താവ് എന്നോട് പറഞ്ഞു ഒന്ന് ഇറക്കണം. ഇറങ്ങിയവരൊക്കെ വിശ്വസിക്കുള്ളൂ. യോഹന്നാൻ 4:48. ഈ അത്ഭുതങ്ങൾ അടയാളങ്ങളും മുൻകൂട്ടി കാണിക്കയില്ലേ? നമുക്കറിയാം ഇത് സംഭവിക്കാൻ പോകണമെന്ന്. ജ്ഞാനം 8-ല് 7. അതുകൊണ്ടാണ് നമ്മളെല്ലാം കണ്ടുപിടിക്കുന്നത്. ചിലർക്ക് ദർശനക്കാരൊക്കെ കണ്ടുപിടിക്കും. ആത്മപ്പെടി ഇവിടെയോ വന്നില്ലല്ലേ, വന്നാലൊക്കെ ഞങ്ങളിവിടേക്ക് ഇടക്കൊക്കെ പോകാം. അല്ല വല്ലതൊക്കെ കണ്ടുപിടിക്കും. അല്ലെങ്കിൽ വല്ലതിൽ തന്നെ പറയുമോ ദർശനമാണെന്നുള്ളത്. പിശാച് ദർശനം കൊടുക്കും, അവരിതെല്ലാം മുഴുവെടുക്കും. കണ്ടോ? എവിടെയാണ് വചനം? എസെക്കിയേൽ 13 ജെറമ്യ 22 അധ്യായം വരുന്ന വായിക്കണം. ജെറമ്യ 14:14 വായിക്കുക. തോന്നലുകൾ അതാണ്. ഹബക്കൂക്ക്
2 തൊട്ട് 4 വരെ കാത്തിരിക്കാൻ എന്ന് നിങ്ങൾ നീതിമാനാവുന്നവരെ ഇരിക്കാനാണ് പറയണത്. നീതിമാൻ ഔഷധപ്രധാനം പറയുന്നത് നീതിമാൻ കണ്ടോ. അതുവരെ ഇരിക്കുമ്പോൾ ദർശനങ്ങളും വഴിപാടും വരുന്നത്. വഴിപാടും ദർശനങ്ങൾ വരുമ്പോൾ അടയാളം കാണും. 2 Corinthians 12:7 ഒരു രോഗം തന്നിരിക്കും. ഡോക്ടറാണെങ്കിലും കിട്ടും, എഞ്ചിനീയറാണെങ്കിലും കിട്ടും, ആരാണെങ്കിലും കർത്താവിലാണെങ്കിലും. അതെന്തോന്നോ രണ്ട് അഹങ്കരിക്കാതിരിക്കുകയാണെങ്കിൽ ഒരുപാട് ദർശനങ്ങൾ ആണിക്കം വരുമ്പോൾ, അല്ലെങ്കിൽ ഒന്നിനെ കൊമ്പോൾ ഒന്നിനെ TV വെച്ചിട്ടൊന്ന് ഒന്നിനെ കൊണ്ട പേരുണ്ടോ? കണ്ടോ? അത്ര വനക്കം നടക്കുന്ന കാര്യം തീർച്ചയായും ഭർത്താവ് ബന്ധത്തിലൊരു ഭാര്യ അല്ലെങ്കിൽ ഭാര്യ ഇവിടെ ഭർത്താവ് സ്മോളിക്കാൻ മാത്രമല്ല ഇതിന്റെ കാര്യങ്ങൾ രഹസ്യങ്ങളാണ്. മറ്റേ ലൗകിക മനുഷ്യനാണെങ്കിൽ പറയുന്നത് ഇതൊക്കെ മോശത്തെ വിശ്വസിക്കുക, അതെല്ലാം പുച്ഛമാണ്. 1 Corinthians 2:14 ഒന്ന് പോയി നോക്കിയാൽ മതി. 1 TV ഉള്ള വീടുകളെ അതെ മൈക്കൽ ജാക്സന്റെ വീട്ടിലെ പറഞ്ഞാൽ അവിടെ ചെന്നപ്പോ 1 TV ഇരിക്കണം. അവിടെ നിന്ന് 2 ദിവസം മുമ്പ് തന്നെ പറഞ്ഞ് അവിടെ വിക്രുകൾ വരാൻ പോണ്ടെന്ന് അവൻ പറഞ്ഞത്. അവൻ വേഗം പോയി കളഞ്ഞു, കടന്നു പറഞ്ഞു. കാരണം അവന് പേടിയാണ്. എങ്ങനെയാണ് അറിയണത്? യാക്കോബ് 2:19 ഇതൊക്കെ അവർ നിങ്ങളെ പറ്റിയൊക്കെ അറിയില്ല. കുറച്ച് കഴിയുമ്പോൾ നേരത്തെ ഇങ്ങനെ ചൊല്ലിയൊക്കെ ഇറക്കണുണ്ടായിരുന്നു. 10 പറഞ്ഞ് ഇപ്പൊ വചനത്തിലൊക്കെ വരുമ്പോ എല്ലാം പേടിക്കും. അതുകൊണ്ടാണ് ഒരു സ്ഥലത്ത് വരുമ്പോ കണ്ടത് അനുഭവങ്ങൾ കാണിയില്ലേ? എല്ലാം കാണും. നിങ്ങൾ എല്ലാം ദൈവം പഠിപ്പിച്ചു തരും. ആര് പഠിപ്പിക്കണ്ട, ഈശോ തന്നെ എല്ലാം പഠിപ്പിച്ചു തരും. അതിനുവേണ്ടി നിന്ന് കൊടുത്താൽ മാത്രം മതി. ഇതാ അമ്മയെ മറിയത്തെ പോലെ, മറിയം അതിനാണ് മറിയത്തെ പോലെ നിന്ന് കൊടുത്താൽ മതി. അത് മറിയത്തെ പോലെ എല്ലാം ചേഞ്ചും വരുന്നത് അറിയണത് കേട്ടോ. മറിയമില്ലാത്തതൊന്നും ചേഞ്ചല്ല കേട്ടോ. നമുക്ക് അവിടെയാണ് കേട്ടോ. യവസാക്ഷി ആരാണ്? റസൽ 1 നമ്പർ ഖബറൻ ലോകം മുഴുവൻ വഞ്ചിച്ചില്ലേ കേട്ടോ. ഇതെല്ലാം ഈശോ ആ മറച്ച് തിരിച്ചടിക്കും. ഇതെന്താണോ പത്രോസ് പറഞ്ഞിരിക്കുന്നത്? 2 Petrus 1 20-21 വാക്യം അത് വായിച്ചതല്ല. കാരണം 2 Petrus